കോഴിക്കോടിനും കടത്തനാടിനും ഇടയിലൊരു പുഴയുണ്ട്, കോരപ്പുഴ. എലത്തൂരിലെ വെങ്ങളത്ത് ഈ പുഴയിൽ നിന്ന് കയറി ചെന്നാലെത്തുന്നത് യൂറോപ്യൻ ശൈലിയിൽ നിർമ്മിച്ച ഒരു വീട്ടിലേക്കാണ്. ഒരു കാലടിക്കപ്പുറം കോരപ്പുഴ ശാന്തമായി ഒഴുകുന്ന ഈ വീടിന്റെ പേര് ആർട്ടിസ്റ്റ് ഹൗസ്. ആർക്കിടെക്ട് ജയൻ ബിലാത്തികുളത്തിന്റെ ഓഫീസാണ് ഈ വീട്. ഇത് എൻ്റെ ഒരു ഓഫീസ് കം ഹൗസാണ്. കാരണം ഓഫീസും വീടും ചേർന്നിട്ടുള്ള ഒരു സമുച്ചയം. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഒരു ഓഫീസ് എന്നതിലുപരി ഒരു ലിവിങ് സ്പേസാണ്. ഒരു ലിവിങ് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് അളവുകളെ കുറിച്ച് യാതൊരു ധാരണയുണ്ടാവില്ല. അപ്പോൾ ആ ധാരണകൾ ഉണ്ടാക്കാനും, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ബെഡ്റൂം എത്ര വലിപ്പം വേണം, അതിനൊരു ടൈപ്പ് ഉണ്ടാവും. ആ മെഷർമെൻറ്റ് വെച്ചിട്ട് ആ ബെഡ്റൂം പിടിച്ചു നോക്കാം. അതിനെക്കാട്ടും 2 അടി കൂടണോ 3 അടി കൂടണോ മാത്രം അവർ തീരുമാനിച്ചാൽ മതി. അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഹൗസാണത്. നമ്മളൊരു വീടുണ്ടാക്കുമ്പം ആ വീടുണ്ടാക്കുന്നതിന് മുമ്പ് വീടിൻ്റെ അളവുകളെക്കുറിച്ചുള്ള അവയർനെസ്. നിറയെ തൂണുകളുള്ള ആർച്ച് മാതൃകയിലുള്ള വലിയ വരാന്തകൾ. എവിടെ നിന്നാലും കോരപ്പുഴ കാണാം. 40 രൂപയിൽ താഴെ വരുന്ന റസ്റ്റിക് ടൈലുകളാണ് വരാന്തയുടെ തറയിൽ. നീളൻ തൂണുകൾ സിമന്റിലാണെങ്കിലും വുഡ് ടച്ച് ഉണ്ട്. മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ചത് പഴയ ഓടുകൾ. പഴയ വീട് പൊളിച്ചപ്പോൾ കിട്ടിയതുകൊണ്ടാണ് കഴുക്കോലിനും പട്ടികയ്ക്കും ഇത്ര പഴക്കം. വാതിൽ തുറന്നാൽ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി ചെന്ന അനുഭൂതി. ഇന്റീരിയറിൽ പലതും ഫെറോസിമെന്റിൽ നിർമ്മിച്ചവ. ഫെറോസിമെന്റിന്റെ ചുവരിൽ ചെറിയ ആർട്ട് വർക്കുകളും ആന്റിക് കളറും. കോസ്റ്റ് എഫക്റ്റീവ് മാത്രമല്ല, ലാസ്റ്റിംഗുമാണ് ഫെറോസിമെന്റ് എന്ന് ഈ വീട് തന്നെ സാക്ഷ്യം. 30 രൂപ മാത്രമുള്ള വൃന്ദാവൻ ടൈലുകൾ പാകിയപ്പോൾ നിലത്തിന് രാജകീയ അകത്തളങ്ങളുടെ ഗാംഭീര്യം. ഒറ്റനോട്ടത്തിൽ കാശ്മീരിയൻ പരവതാനി എന്ന് തോന്നിപ്പിക്കുന്നത്ര പ്രൗഢി. നീല ബെൽജിയം ഗ്ലാസുകളും വിളക്കുകളും കൊളോണിയൽ ശൈലിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു. ആ വിൻഡോസ് നിറയെ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പം ആ പുഴ ശരിക്കും അകത്തെത്താനായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേ മിററുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറേ കണ്ണാടികൾ. ഇത്രയധികം കണ്ണാടികൾ പ്രത്യേകത എന്താ വെച്ചാൽ കണ്ണാടികളൊക്കെ തന്നെ പുഴേനെ വീണ്ടും വീട്ടിൻ്റെ അകത്തേക്ക് എത്തിക്കും. അപ്പോൾ ഒരു 40 സ്ക്വയർ ഫീറ്റ് 40 രൂപ മാത്രമുള്ള ഒരു കണ്ണാടി മതി ഏക്കർ കണക്കിനുള്ള പുഴേനെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് എത്തിക്കാൻ. ഹാളിൻ്റെ ഒരറ്റം സംഗീത നിശകൾക്കായി നീക്കിവെച്ചിരിക്കുന്നു. 2 കിടപ്പുമുറികളാണ് ആർട്ടിസ്റ്റ് ഹൗസിലുള്ളത്. സ്വീകരണ മുറിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലളിതമാണ് കിടപ്പുമുറി. സിമന്റിൽ തീർത്ത മ്യൂറൽ ശില്പങ്ങൾ ബാത്റൂമിനെ വേറിട്ട് നിർത്തുന്നു. മുകൾ നിലയിലാണ് ഓഫീസ് റൂം. യൂറോപ്യൻ ശൈലിയിലുള്ള പിന്നിലെ ഗോവണി കടന്നു വേണം മുകൾ നിലയിലെത്താൻ. ആർക്കിടെക്റ്റിനെ കാണാനെത്തുന്നവർക്കുള്ളതാണ് സ്വീകരണ മുറി. പഴയ മരത്തടി ഉപയോഗിച്ച് പഴയ ശൈലിയിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. വാതിലും ജനാലകളും അടക്കമുള്ളവ പഴയൊരു ഇംഗ്ലീഷ് ബംഗ്ലാവ് പൊളിച്ചപ്പോൾ കിട്ടിയതാണ്. സ്വിച്ച് ബോർഡ് പോലും ഏറെ പഴക്കമുള്ളവയാണ്. ഇതൊരു വിൻറ്റേജ് കോൺസെപ്റ്റാണ് ഈ ഇൻറ്റീരിയർ ഫോളോ ചെയ്യുന്നത്. പഴയ ഇംഗ്ലീഷ് ബംഗ്ലാവിലൊക്കെയുള്ള ഒരു പഴയ വിൻറ്റേജ് സ്റ്റൈൽ. അപ്പോൾ ആ സ്റ്റൈൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള എലമെൻറ്റുകൾ തന്നെ ലാമ്പിലായാലും അല്ലെങ്കിൽ ഫ്ലോറിലായാലും വോളിലാണെങ്കിലും ഫർണിച്ചറിലാണെങ്കിലും ഡിസൈനിലാണ് എവറിത്തിങ് ആ ഒരു ഡിസൈൻ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോഴാണ് ശരിക്കും അതിനൊരു കൊളോണിയലോ അല്ല വിൻറ്റേജോ ആയിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് ഈ ഡിസൈനെ മാറ്റാൻ പറ്റുന്നത്. കോരപ്പുഴയുടെ തീരത്തുണ്ടായിരുന്ന ഒരു സാധാരണ വീടിനെ 6 വർഷം മുമ്പ് നവീകരിച്ചപ്പോൾ രൂപം മാത്രമല്ല വീടിന്റെ ഭാവവും മാറി. 2600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ നിർമ്മാണത്തിന് അന്ന് ചെലവായത് 26 ലക്ഷം രൂപ. ആർട്ടിസ്റ്റ് ഹൗസ് മനോഹരമായ മാതൃകയാണ്. ചെലവ് ചുരുക്കുന്നതിന്റെ രസതന്ത്രമാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു ഇംഗ്ലീഷ് ബംഗ്ലാവ് സ്വപ്നം കാണുന്നവർ കോരപ്പുഴയുടെ തീരത്തെ ഈ വീട് കാണുക തന്നെ വേണം.